ബഹുമാനപ്പെട്ട ആന്റണി പെരുമാനച്ച, ജോസ് പുതിയടത്തച്ച, വികാരിയച്ച, സ്നേഹമുള്ള വൈദികരെ, സ്നേഹം നിറഞ്ഞ വികാസ് ജനറൽ സിസ്റ്റർ എൽസി സേവിയർ, ജനറൽ കൗൺസിലർ സിസ്റ്റർ ആൻസി ആൻഡോ, സിസ്റ്റർ ഫിലോ ജോസഫ്, സ്നേഹം നിറഞ്ഞ പ്രൊവിൻഷ്യൽസ്, സ്നേഹനിധികളായ സിസ്റ്റേഴ്സ്, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇവിടെ ഈ സമയം ഇങ്ങനെ നിൽക്കുമ്പോൾ മനസ്സിൽ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. ഈ ജീവോദയ പ്രൊവിൻസിൻ്റെ പടിപടിയായുള്ള വളർച്ച കാണുമ്പോൾ ദൈവത്തിന് മഹത്വം എന്ന് പറയുന്നു. ഈ പ്രൊവിൻസിൻ്റെ വളർച്ചയെക്കുറിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ ചരിത്രത്തിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ. 1998 ഇത് റീജിയനായിട്ട് തിരിഞ്ഞു. പാലാർമ പ്രൊവിൻസിൻ്റെ 1998 മെയ് 16 സിസ്റ്റർ മരിയറ്റ ആയിരുന്നു ഫസ്റ്റ് റീജിയണൽ സുപ്പീരിയർ. സിസ്റ്റർ ക്ലെരീസ, സിസ്റ്റർ അഡൽബർട്ട് അവരായിരുന്നു അന്നത്തെ കൗൺസിലേഴ്സ്. അതിനുശേഷം 1999 ജനറൽ സിനാക്സിസ് ഈ റീജിയനെ ഒരു പ്രോവിൻസാക്കി ഉയർത്തി. ഫസ്റ്റ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ ക്ലെരീസി ആയിരുന്നു. സിസ്റ്റർ ഇപ്പോൾ ഇവിടെ ഇല്ല. സിസ്റ്ററിനും സിസ്റ്ററിൻ്റെ ടീമിനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ പരാതിയായ സിസ്റ്റർ ക്ലെരീസിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുക കൂടി ചെയ്യുന്നു. 2000 ഈ പ്രോവിൻസിൽ 92 മെമ്പേഴ്സും 10 കോൺവെൻസും 4 പേഴ്സണൻസും 3 ആസ്പിറൻസും ആയിട്ടാണ് പ്രോവിൻസ് വളരാൻ തുടങ്ങിയത്, വെച്ച് തുടങ്ങിയത്. അങ്ങനെ 9 കോൺവെൻസ് 2017 വരെയുള്ള കാലഘട്ടത്തിൽ രൂപം കൊണ്ടു. 2017 ഒരു വലിയൊരു കുതിച്ചുചാട്ടം ഇക്വഡോറിലേക്ക് നടത്തി. ഇവിടെ നിന്ന് അങ്ങനെ ഇക്വഡോറിലേക്ക് നമ്മുടെ സിസ്റ്റേഴ്സ് സുവിശേഷത്തിൻ്റെ വെളിച്ചവുമായി അവിടെ എത്തി. അവിടെ വരെ നല്ല ഭംഗിയായിട്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. 2023 ജർമ്മനിയിൽ ഒരു ഭവനം ആരംഭിച്ചു. ഞങ്ങൾ അവിടെ പോയിരുന്നു. സിസ്റ്റർ എൽസി സേവിയറും ഞാനും ഈ അടുത്ത് അവിടെ പോയിരുന്നു. നല്ല ഭംഗിയായിട്ട് നമ്മുടെ സിസ്റ്റേഴ്സ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരവിടെ വളരെ സംതൃപ്തരാണ്. മനുഷ്യർക്കായാലും അവർ ശുശ്രൂഷ സ്വീകരിക്കുന്നവരായാലും വളരെ സന്തോഷവും സംതൃപ്തിയുമാണ് അവരുടെ ശുശ്രൂഷയും. ഈ കാലഘട്ടത്തിനുള്ളിൽ ഈ പ്രൊവിൻസിൽ നിന്നും 14 സിസ്റ്റേഴ്സാണ് മരിച്ചുപോയത്. പിന്നെ ഈ കഴിഞ്ഞ വർഷം ആഫ്രിക്ക പ്രോവിൻസായിട്ട് തിരിഞ്ഞപ്പോൾ ജീവോദയ പ്രോവിൻസാണ് ശരിക്കും പെർസെൻറ്റേജ് വൈസ് വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ സിസ്റ്റേഴ്സിനെ ആ പ്രോവിൻസിന് പ്രദാനം ചെയ്തത്. 13 സിസ്റ്റേഴ്സ് ഈ പ്രോവിൻസിൽ നിന്നും ആഫ്രിക്കൻ പ്രോവിൻസ് ജീവിതകാലം മുഴുവൻ അവിടെ ശുശ്രൂഷ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു. ആ പ്രോവിൻസ് അവർ ഓപ്റ്റ് ചെയ്തു. ഈ കഴിഞ്ഞ ടീമിലുണ്ടായിരുന്ന പ്രൊവിൻഷ്യൽ സിസ്റ്റർ റോസ്മേരിയും അക്കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ ഒരുവിധം എല്ലാവരും തന്നെ അവിടേക്ക് എത്തി. ആഫ്രിക്കയിൽ അവർ വളരെ ഭംഗിയായിട്ട് സന്തോഷത്തോടുകൂടി താല്പര്യത്തോടുകൂടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജീവോദയ പ്രൊവിൻസിന് മുഴുവൻ കോൺഗ്രേഷൻ്റെയും പേരിൽ ഈ അവസരത്തിൽ അഭിനന്ദനങ്ങളും ദൈവാനുഗ്രഹങ്ങളും നേടുകയാണ്. ഇപ്പോൾ ഈ പ്രൊവിൻസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ സിസ്റ്റർ മരിയ പോൾ പ്രൊവിൻഷ്യൽ ഭംഗിയായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇത് സന്തോഷം തോന്നുന്ന കാര്യം, ഇവർ കുറേ കാര്യങ്ങൾ ഫാമിലി അപ്പോസ്റ്റലേറ്റിനെ ബേസ് ചെയ്തും എഡ്യൂക്കേഷൻ അപ്പോസ്റ്റലേറ്റ്, വർക്ക്സ് ഓഫ് മേഴ്സി, അങ്ങനെ കുറേ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ഒത്തിരി സ്നേഹ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. ഹോം മിഷൻ, ഇൻസർഷൻ കമ്മ്യൂണിറ്റീസ്, ഇടവക ധ്യാനം, മീഡിയ പ്രവർത്തനങ്ങൾ, ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പ്, ഏഞ്ചൽസ് ആർമി, സാന്ത്വനം, പിന്നെ ടീൻ ഏജിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബ്ലോസം ടീൻ, ബ്ലിസ് ടീൻ, ഹെൽത്തി ടീൻ, ജീസ് ടീൻ, ന്യൂ ബിഗിനിങ് ക്യാമ്പ്സ്, അങ്ങനത്തെ ശുശ്രൂഷകൾ ഈ നാട്ടിൽ നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയും പ്രായമായവർക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ സിസ്റ്റേഴ്സ്
വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ശുശ്രൂഷ ചെയ്യുന്നു. വിദ്യാഭ്യാസ പ്രേക്ഷിതത്വത്തിന് പുറമെ ഈ അവസരത്തിലും ഭംഗിയായിട്ട് സ്നേഹത്തോടെ നമ്മുടെ കോൺഗ്രിഗേഷൻ്റെ കാര്യസ്ഥമായ ഈശോയുടെ കരുണാതുര സ്നേഹത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ സ്നേഹ ശുശ്രൂഷകൾക്കും പ്രത്യേകം നന്ദിയും അഭിനന്ദനങ്ങളും മുഴുവൻ കോൺഗ്രിഗേഷൻ്റെ പേരിൽ നേരുന്നു. ഇതുപോലെ തന്നെ ഇവർ നടത്തുന്ന ചില പ്രത്യേക പരിപാടികളാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ദിശാദർശൻ, ഉദയദർശൻ, പ്രഭാദർശൻ, പിന്നെ ചേരി പ്രവർത്തനങ്ങൾ, ആശ്വാസ്, ജയ് മിനിസ്ട്രി, മരിപ്പച്ച, സാരഥി, ഇങ്ങനെയുള്ള പേരിലുള്ള ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ. ഈ മരിപ്പച്ച എന്നുള്ളത് എന്താണെന്ന് ഞാൻ അന്വേഷിച്ചു. മറ്റതൊക്കെ നമുക്ക് ഒരു പരിചയമാണ്. മരിപ്പച്ച മനസ്സിലായത് ഈ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന് ഇവിടെ ശുശ്രൂഷിച്ച് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയാണ് മരിപ്പച്ച. അതും ഭംഗിയായിട്ട് ചെയ്തു വരുന്നു. ഇവിടെ നമ്മൾ ഈ പ്രോവിൻസിൽ നിന്ന് ഒത്തിരി പേര് ജനറൽ തലത്തിൽ മുഴുവൻ കോൺഗ്രിഗേഷൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പ്രോവിൻസ് ഔദാര്യപൂർവ്വം ദാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ കൂടെയുള്ള വികാർ ജനറൽ സിസ്റ്റർ എൽസി സീവർ ഇവിടുത്തെ മുൻ പ്രൊവിൻഷ്യലായിരുന്നു. സിസ്റ്റർ എൽസി സീവറിനെ കൂടാതെ സിസ്റ്റർ ക്ലെരീസ, സിസ്റ്റർ മരിയറ്റ, സിസ്റ്റർ ബിയാങ്ക, സിസ്റ്റർ അംബ്രോസ്, സിസ്റ്റർ മരിയ ഡൊമിറ്റില എന്ന് തുടങ്ങിയ നല്ല പ്രഗത്ഭരും വിനീതരും വിശുദ്ധരും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി സിസ്റ്റേഴ്സ് മുഴുവൻ കോൺഗ്രിഗേഷന് വേണ്ടിയിട്ടും ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ ഈ പ്രോവിൻസിൻ്റെ റെപ്രസെൻറ്റേഷനും നിങ്ങളുടെ അസറ്റ് മുഴുവൻ കോൺഗ്രിഗേഷന് വേണ്ടിയിട്ടും ഔദാര്യപൂർവ്വം താല്പര്യത്തോടെ സന്തോഷത്തോടെ കാഴ്ചവെച്ചതിനും ഈ അവസരത്തിൽ മുഴുവൻ കോൺഗ്രിഗേഷൻ്റെ പേരിലും ഈ പ്രോവിൻസിനോട് നന്ദി പറയുന്നു. ഇപ്പോഴത്തെ കൗൺസിൽ എനിക്ക് മനസ്സിലായിടത്തോളം 8ാമത്തെ കൗൺസിലാണ്. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സിസ്റ്റർ മരിയ പോൾ പ്രൊവിൻഷ്യൽ, സിസ്റ്റർ മേരി തെരേസ്, സിസ്റ്റർ ആൻലിറ്റ്, സിസ്റ്റർ അൽഫോൻസ് ആൻഡോ, സിസ്റ്റർ ലീന തെരേസ് കൗൺസിലേഴ്സ് ആയിട്ടുള്ള ടീം വളരെ ഭംഗിയായിട്ട് ഒത്തൊരുമിച്ച് കാര്യങ്ങൾ ചെയ്തു വരുന്നത് തന്നെ ഈ പ്രൊവിൻസിൻ്റെ ഒരു അനുഗ്രഹവും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വിജയത്തിനും ഒരടിസ്ഥാനമാണ്, കാരണമാണ്. ഈ അവസരത്തിൽ സിസ്റ്റർ മരിയ പോളിനും കൗൺസിലേഴ്സിനും ഒപ്പം കൂടെ ജോലി ചെയ്യുന്ന അതർ ഒഫീഷ്യൽസിനും പ്രത്യേക വിധത്തിൽ അഭിനന്ദനങ്ങളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ദൈവാനുഗ്രഹിക്കട്ടെ. കാര്യം ഞങ്ങളിങ്ങനെ കൗൺസിലിൽ എന്തൊക്കെ രൂപപ്പെടുത്തിയാലും ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അത് എക്സിക്യൂട്ട് ചെയ്തു വരുന്നത് ഭവനതലത്തിലാണ്. അപ്പം ഇക്കാലം അത്രയും ഇവിടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ള എല്ലാ സുപ്പീരിയേഴ്സിനും കൗൺസിലിനും ഇവിടെ മെമ്പേഴ്സായിട്ടുള്ളവർക്കും പ്രത്യേകം ദൈവാനുഗ്രഹങ്ങളും നന്ദി നേരുകയാണ്. ഈ അവസരത്തിൽ ദയയെയും കൂടിയുള്ള കൗൺസിലേഴ്സിനെയും ഇപ്പോൾ ഇവിടെയുള്ള കമ്മ്യൂണിറ്റിയെയും നന്ദിയോടെ ഓർക്കുകയും അഭിനന്ദനങ്ങളും ദൈവാനുഗ്രഹങ്ങളും നേരുകയും ചെയ്യുന്നു. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എവിടെയെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ പറയണമെന്ന് പറയുമ്പോഴേ ഇങ്ങനെ പള്ളിയിൽ പോയി കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് ഈശോയോട് ചോദിക്കും, ഇവരോട് എന്താ കർത്താവേ പറയാന്നുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് ഈ പ്രോവിൻസിലുള്ളവരോട് പറയാനായിട്ട് കർത്താവ് തന്ന മെസ്സേജ് ഇതാണ്. ഐസയ 12ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എനിക്ക് തന്നെ ആ മെസ്സേജ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും അതിശയവും തോന്നി. കർത്താവ് വളരെ പ്രകടമായിട്ടും എന്തോരം സ്നേഹവും കാരുണ്യവും ആണ് ഇതിലൂടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇതാണ്: പ്രൈസ് ദി ലോർഡ്, കോൾ അപ്പോൺ ഹിസ് നെയിം, ഡിക്ലെയർ ഹിസ് ഡീഡ്സ് among the peoples, make mention that his name is exalted. Sing to the Lord, for he has done excellent things. This is known in all the earth. എന്നാണ് പറയുന്നത്. കർത്താവിന് സ്തുതി പാടുവിൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു, ഭൂമിയിലെല്ലാം ഇതറിയട്ടെ. സിയൻവാസികളെ തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. അപ്പോൾ ഇതേവരെ ഈ പ്രോമിസ് ചെയ്ത എല്ലാ കാര്യങ്ങളിലും കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. എല്ലാം
പറയുന്നത് ഇറ്റ് വാസ് നോട്ട് ഗുഡ്, നോട്ട് വെരി ഗുഡ്, ബട്ട് ഇറ്റ് വാസ് എക്സലൻറ്റ്. ചെയ്ത എല്ലാ കാര്യങ്ങളും വളരെ എക്സലൻ്റ് ആയിരിക്കും എന്ന് ദൈവം തന്നെ പറയുകയാണ്. അപ്പം ഇനിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഞങ്ങളൊക്കെ പ്രാർത്ഥനയൊക്കെ എപ്പോഴെന്നും ഉണ്ട്. എവിടെ ഏത് കമ്മ്യൂണിറ്റി വളർന്നാലും കോൺഗ്രിഗേഷൻ മുഴുവനാണ് വളരുന്നത്. അപ്പം ജീവോദയ പ്രോവിൻസ് ഇനിയും ഒത്തിരി ഒത്തിരി വളരട്ടെ, പ്രശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പോപ്പ് ഫ്രാൻസിസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അടുത്ത വർഷത്തിൻ്റെ പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് ആണ്. നമ്മളിങ്ങനെ പിൽഗ്രിമേജ് തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രദേശത്ത് ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ ഇവിടെ അത് പ്രാർത്ഥനയുടെ സമയത്തൊക്കെ കാണിച്ച് പ്രത്യാശ പകരുന്ന ആ രംഗം ഇവിടെയുള്ള എല്ലാവർക്കും പ്രത്യാശയുടെ ഒരു പ്രത്യാശ പകരുന്ന ദീപങ്ങളായിട്ട് ഇവിടെയുള്ള എല്ലാവരും ഓരോ ശിശു പ്രശോഭിക്കാനിടയായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഒരു ചെയിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ വീക്കസ്റ്റ് ലിങ്കിൻ്റെ സ്ട്രെങ്താണ്. അതേപോലെ ഈ പ്രോവിൻസിലെ ഓരോ സിസ്റ്ററിനെയും പരസ്പരം കെയർ ചെയ്യാൻ, ഉള്ളിൽ സംവഹിക്കാൻ, ഹൃദയത്തിൽ സ്വീകരിക്കാൻ, സ്നേഹിക്കാൻ, കമ്പാഷനേറ്റ് ലവ് ഓടുകൂടി ഓരോരുത്തരും ഉൾക്കൊള്ളാനും ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഈ പ്രോവിൻസിൽ നിന്നും അംഗങ്ങൾക്ക് ലഭിക്കാനും സന്തോഷിക്കാനും അനുഭവിക്കാനും സാധിക്കുന്ന കമ്പാഷനേറ്റ് ലവ് വിച്ച് ഈസ് അവർ കാരിസം നമ്മളുമായി ഇടപെടുന്ന എല്ലാവരിലേക്ക് എത്തിച്ചേരാനും എൻ്റെ ദൈവകൃപ ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ജീവോദയ പ്രോവിൻസ് എന്നാണ് പേര്. അപ്പം നമ്മളുമായി ഇടപെടുന്ന എല്ലാവർക്കും കൂടുതൽ ജീവൻ, ഊർജം പകർന്നു കൊടുക്കുവാനായിട്ട് ഈ ജൂബിലി ആഘോഷം കാരണമാകട്ടെ എന്നോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട വൈദികരെ, ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ് നിങ്ങളിലേക്ക് സാന്നിധ്യവും അനുഗ്രഹവും പ്രാർത്ഥനയും ഒന്നും ഇല്ലാതെ ഞങ്ങൾക്ക് തനിയെ നിൽക്കാനും കാര്യങ്ങൾ ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ ഇക്കാലം അത്രയും ഞങ്ങളുടെ കൂടെ, പ്രത്യേകിച്ച് ഈ പ്രോവിൻസിൻ്റെ കൂടെ നിന്നതിനും എല്ലാ ആവശ്യങ്ങളിലും സഹായിച്ചതിനൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു. ഞാനിങ്ങനെ പെരുമാനച്ചനൊക്കെ പ്രത്യേകം ഓർക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ ആദ്യമായിട്ട് ആദ്യം തുടങ്ങിയത് കൊച്ചിയിലാണ്, പിന്നെ ഇവിടെ നെടുവന്നൂർ, വെള്ളാരപ്പള്ളി, അന്ന് അച്ഛനായിരുന്നു ഇവിടെ വികാരി. അങ്ങനെയൊക്കെയാണ് ഈ കോൺഗ്രിഗേഷൻ ആദ്യമായിട്ട് ഈ രൂപതയിലേക്ക് കടന്നു വന്നത്. എൻ്റെ വീട് എറണാകുളം രൂപതയിലാണ്, കുറ്റിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ഞാനിവിടെ ഹോളി ഫാമിലി കോൺഗ്രിഗേഷനിൽ ചേരാനായിട്ട് 1976 ആ സമയത്ത് കോൺഗ്രിഗേഷൻ ചേരാൻ വേണ്ടി അന്നിങ്ങനെ പിതാവിയുടെ അനുവാദം ചോദിക്കണമല്ലോ. അന്ന് മങ്കുഴിക്കരി പിതാവായിരുന്നു, കൊച്ചു പിതാവിയുടെ അനുവാദം വാങ്ങാൻ വേണ്ടിയിട്ട് എറണാകുളം ഒരു ബിഷപ്പ് സദസ്സിൽ ചെന്നപ്പോൾ പിതാവ് എന്നോട് ചോദിച്ചു, നീ എന്തിനാ അങ്ങോട്ട് പോണേ, വേറെ മഠങ്ങളൊന്നും ഇവിടെ ഇല്ലേ, ഈ ഹോളി ഫാമിലിക്ക് പോണേ, ഇവിടെ എറണാകുളം രൂപതയിൽ എത്ര മഠങ്ങളുള്ള, ഇവിടെ ചേർന്നൂടെ എന്ന് ചോദിച്ചു അന്ന് മങ്കുഴിക്കരി പിതാവ് എന്നോട്. അതുവഴി ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ പിതാവ്, ഞാൻ ഉടുപ്പിട്ട് കഴിഞ്ഞിട്ടും പിതാവിനെ ചെന്ന് കണ്ടു. അങ്ങനെ സിസ്റ്ററായി എന്ന് പറഞ്ഞ് സന്തോഷിച്ചത്. അപ്പോൾ പിതാവ് പറയാം, എനിക്ക് വലിയ ഇഷ്ടമായി നീ അങ്ങോട്ട് പോയത്, ഞാൻ ഇപ്പോൾ ആരുണ്ടെങ്കിലും ഹോളിഫിലേക്ക് പൊക്കോന്ന് പറയുന്നത്. കാരണം ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ അവരിവിടെ കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അങ്ങനെ പിതാവിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട പ്രോത്സാഹനം, ഇങ്ങനെ ആ പിതാവിനുണ്ടായ ആ ഇംപ്രഷൻ മാറ്റിയെടുക്കത്തക്ക വിധത്തിൽ ഞങ്ങൾ സിസ്റ്റേഴ്സിന് ഈ രൂപതയിൽ പ്രവർത്തിക്കാനും ഞങ്ങളുടെ ഈ കാരിസം, മിഷൻ അതൊക്കെ തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ബഹുമാനപ്പെട്ട പിതാക്കന്മാരും വൈദികരും ഒക്കെ കൂടെ നിന്നു. ഈ അവസരത്തിൽ നിങ്ങൾക്കൊക്കെ ഞങ്ങളുടെ മുഴുവൻ കോൺഗ്രിഗേഷൻ്റെ പേരിലും പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളുടെ ഒപ്പം നിൽക്കണേ എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടി വെച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.